കർണാടകയിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയെ കുത്തിക്കൊന്നു. ഫൈറോസ് പത്താനെയാണ് ഇന്നലെ 4 സംഘം വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് കൊലപാതകം. അന്വേഷണത്തിന് കർണാടക പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ദൃശ്യങ്ങളിലേക്ക്. ഖിലാഫ് അഹമ്മദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഖിലാഫ്, എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവം രാഷ്ട്രീയ വൈരാഗ്യമാണോ ഇതിന് പിന്നിൽ ആരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്ന ഒരു വിഷയത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന 32-കാരനായുള്ള ഫൈറൂസ് പത്താൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്. കർണാടകയിലെ ആ ഒരു ആൾ ഇന്ന് ഏപ്രിൽ 24-ാം തീയതി വിവാഹം നടക്കാനിരിക്കെയാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരാളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു. അപ്പോൾ തന്നെ മറ്റൊരു കോളുമായി ബന്ധപ്പെട്ട് ഇയാൾ പുറത്തോട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഒരു സംഭവം, അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ പുറത്ത് 2 പേര് ഇയാളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അക്രമി പിന്നിൽ നിന്ന് കുത്തുന്നത്. അതേപോലെ തന്നെ പിന്നീട് ഈ കുത്തേറ്റപ്പോൾ തന്നെ ഫൈറൂസ് ഖാൻ അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഈ ഓടിപ്പോകുന്ന പിന്നാലെ തന്നെ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ വെച്ച് വീണ്ടും കുത്തുകയായിരുന്നു. ഇതിൽ രക്തം വാർന്ന നിലയിലായിരുന്നു ഫൈറൂസ് പത്താനെ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ തന്നെ വലിയൊരു പ്രതിഷേധം ആ ഒരു പ്രദേശത്ത് ധർവാഡിൽ ഉയർന്നിരിക്കുകയാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയപ്പോൾ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഒക്കെയുണ്ട്. ആ ഒരു ക്രമസമാധാനം ഒക്കെ നിലനിർത്താൻ വേണ്ടി എൻ ശശികുമാർ ഹുബ്ബള്ളിയും അതേപോലെ തന്നെ ധർവാഡിന്റെയും പോലീസ് കമ്മീഷണറായിട്ടുള്ള എൻ ശശികുമാർ ക്രമസമാധാനത്തിന് വേണ്ടി വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. 4-അംഗ സംഘത്തെയാണ് ഇപ്പോൾ നേരിട്ട് പരിശോധിച്ചിരിക്കുന്നത്. അതിൽ നിർണായക ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നിർണായക സൂചനകൾ, കൊലയാളിയിലേക്കുള്ള നിർണായക സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നടക്കുകയാണ്. സ്വാതി. ശരി ഖിലാഫ്, കർണാടകയിലാണ് അത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ കുത്തി കൊന്നു എന്നുള്ള വിവരം വരുന്നത്.